ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മാവുങ്കാൽ മുതൽ 7 മൈൽ വരെയുള്ള SH56 വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ഈ SH56 മാവുങ്കാൽ മുതൽ പാണത്തൂർ വരെയുള്ള ഒരു പാത കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ മാവുങ്കാൽ മുതൽ കോളിച്ചാൽ വരെയാണ് യാത്ര ചെയ്യുന്നത്. അത് 2 പാർട്ടായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് മാവുങ്കാൽ മുതൽ 7 മൈൽ വരെയാണ് റോഡിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം പഴയ ഒരു റോഡും കൂടിയാണ് ഇത്. നേരത്തെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം നല്ല റോഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിൽ നമുക്ക് പോകാം. അപ്പം ഈ ഭാഗത്താണ് വരുന്നത് അനന്താശ്രമമൊക്കെ വരുന്നത്. മാവുങ്കാൽ കഴിഞ്ഞിട്ട് കുറച്ച് ഏകദേശം ഒരു 400-500 മീറ്ററോളം പോയതിനു ശേഷമാണ് ഈ എൻ്റെ വലതുവശത്ത് അനന്താശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അനന്താശ്രമം ഗേറ്റ്. വിൽമാൻ്റെ കാസർഗോഡ് ഡയറിയാണത്. അപ്പം സുഹൃത്തുക്കളെ, ഇപ്പോൾ കഴിഞ്ഞതാണ്. പിന്നെ വിൽമാൻ്റെ കാസർഗോഡ് ഡയറി കഴിഞ്ഞിട്ടുണ്ട്. മാവുങ്കാൽ ഭാഗത്ത് ഇപ്പോൾ റോഡ് വലിയ അടുത്തൊന്നും ചെയ്തതല്ല, നേരത്തെ ചെയ്തതാണ് റോഡിനെ പറ്റിയിട്ട് പറയാനൊന്നുമില്ല. ഈ ഭാഗത്ത് റോഡിൻ്റെ പണി എടുക്കുന്നുണ്ടെന്നാണ് വിവരം എനിക്ക് കിട്ടിയിട്ടുള്ളത്. നോക്കാം നമുക്ക് അവിടെ വർക്ക് നടക്കുന്നുള്ളതെന്ന്. ഇതിപ്പോൾ നേരത്തെ പണി എടുത്ത ഭാഗമാണ്. ഇന്നത്തെ വീഡിയോ ഈ ഇതുവഴി നമ്മളെ ഹൈവേ ഉണ്ടല്ലോ, മലയോര ഹൈവേ വീഡിയോ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പം ഏകദേശം പാണത്തൂർ എത്തുന്നതിന് മുമ്പ് രാജപുരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മലയോര ഹൈവേ സ്റ്റാർട്ടാകുന്നത്. അതെല്ലാം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ്. നെല്ലിത്തറ എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം ഞാൻ SSLC പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് അത് പ്രീ ഡിഗ്രി എല്ലാം ഉള്ളത് 99, 98, ആ സമയത്താണ് ഞാൻ ഈ 10ാം ക്ലാസ് പഠിച്ചത്. അപ്പോൾ പ്രീ ഡിഗ്രി ഇപ്പോൾ പ്ലസ് വൺ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ പ്രീ ഡിഗ്രി അങ്ങനെയുള്ള ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ SSLC ട്യൂട്ടോറിയൽ പഠിക്കുമ്പോഴാണ് ഈ മാവുങ്കാൽ ഭാഗത്തേക്ക് ഞാൻ പഠിക്കാൻ വന്നത്. ട്യൂട്ടോറിയൽ കോളേജാണ് മാവുങ്കാലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മാവുങ്കാൽ ഇപ്പോൾ അന്ന് വിവേകാനന്ദ ഒരു ട്യൂട്ടോറിയൽ കോളേജാണ് ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടാകുന്നറിയില്ല അത്. ആ സമയത്ത് ഞാൻ താമസിക്കുന്നുണ്ടായത് വടയഞ്ചാൽ ഭാഗത്താണ് ഞാൻ താമസിക്കുന്നുണ്ടായത്. എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ പറയില്ലാന്ന് താമസിച്ചിട്ട് ഇവിടെ പഠിക്കാൻ വരുത്ത്. ആടുന്ന് വടയഞ്ചാൽ കുന്നുമ്മൽ ഭാഗത്തു നിന്നാണ് ഞാൻ പഠിക്കാൻ വരുത്ത്. ഇത് കോട്ടപ്പാറ എന്ന സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് ഏകദേശം 1 കൊല്ലം പഠിച്ചതാണ് ഇവിടെ. അതുകൊണ്ട് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് കുറച്ചെല്ലാം എനിക്ക് അറിവുണ്ട്, സ്ഥലത്തിൻ്റെ പേര്. എന്നാലും കുറേ കൊല്ലമായി പഠിച്ചിട്ട്. 94-95 പഠിച്ചെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ വർഷത്തെ SSLC പഠനമാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും SSLC അന്നത്തെ പഠനം അത്രയും കഷ്ടമാണ്. ഇന്നത്തെ പോലത്തെ SSLC പഠനമല്ല അന്നത്തത്. ഗ്രേഡ് മാർക്കല്ല, ഇപ്പോൾ ഗ്രേഡ് സംവിധാനം. അപ്പോൾ ഗ്രേഡല്ല, അപ്പം മാർക്ക് തന്നെ. ഓരോ വിഷയത്തിൽ ഇത്ര മാർക്ക് കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ അത്രയും ഭയങ്കര പഠിക്കണം, നല്ലോണം പഠിക്കണം, എസ് എഴുതണം, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്.
എനിവേ അതല്ല നമ്മളെ ടോപ്പിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഒടയഞ്ചാൽ കുന്നുമ്മൽ ഭാഗത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒടയഞ്ചാൽ ടു പിന്നെ മാവുങ്കാലുള്ള ഏകദേശം സ്ഥലം അറിയാം നമുക്ക്. അപ്പം ആ സമയത്ത് പഠിച്ചവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഭാഗത്ത് വീഡിയോ കാണുന്നവരാണെങ്കിൽ അപ്പം എൻ്റെയൊക്കെ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ഈ പ്രദേശത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ. കാരണം അപ്പം വിവേകാനന്ദ മാവുങ്കാലിൽ വിവേകാനന്ദ കോളേജാണ് ഞാൻ പഠിച്ചു തന്നു. അപ്പോൾ ഏകദേശം ഈ ഭാഗത്തുള്ള ആൾക്കാരല്ലേ, മാവുങ്കാൽ പിന്നെ ഈ ചമ്മട്ടം വയൽ ആ ഭാഗത്തുള്ള ആൾക്കാരല്ലേ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഏകദേശം നമ്മൾ കോട്ടപ്പാറ കഴിഞ്ഞ് ഇനി അമ്പലത്തറ എത്താനായിട്ടുണ്ട്. അപ്പോൾ റോഡ് വലിയ മോശമില്ലാത്ത റോഡല്ലേ, റോഡിനെ പറ്റി കുറേ കുറ്റമൊന്നും പറയാനൊന്നുമില്ല. അപ്പം റോഡൊക്കെ ഓക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഓടുന്നത് തന്നെ ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്നെല്ലാം പറയുന്നത് കേട്ടിട്ട്, അത് അവിടെ നമുക്ക് നോക്കാം. കുറേ മാറ്റമുണ്ട്, കുറേ പുരകൾ വന്നിട്ടുണ്ട് കൂടുതൽ. അതൊന്നും ഇത്രയൊന്നും പുര ഉണ്ടായിട്ടേ ഈ ഭാഗത്ത്. ഈ ഭാഗത്തിൽ ഫുള്ള് കാല് കെടുക്കുന്ന സ്ഥലമാണ്, എന്തുമില്ലാണ്ട് അത് ഫുള്ള് പാറ. അമ്പലത്തറ എത്തിയിട്ടുണ്ട്. അമ്പലത്തറ അമ്പലത്തറ കഴിഞ്ഞിട്ടാണ് ഈ പാറപ്പള്ളിയെല്ലാം വരുന്നത്. അമ്പലത്തറ ജംഗ്ഷനാണ് ഇപ്പോൾ കാണുന്നത്. റോഡെല്ലാം കുറച്ച് ആയിക്കൊണ്ട് വരുന്നുണ്ട്. കുറേ സൂപ്പർ മാർക്കറ്റെല്ലാം വന്നു, കുറേ മാറ്റമുണ്ട്. മുമ്പത്തെ കാലം എത്രയോ മാറ്റമുണ്ട്. കുറേ ബിൽഡിങ് ഷോപ്പും കാര്യമെല്ലാം വന്നിട്ടുണ്ട്. അമ്പലത്തറ കഴിഞ്ഞിട്ട് നമ്മൾ പാറപ്പള്ളി എത്താനായിട്ടുണ്ട്. ഇതാണ് പാറപ്പള്ളി. ഇതല്ല പാറപ്പള്ളി അപ്പുറത്താണ്. മകാമുള്ളത് അപ്പുറത്താണ്. പാറപ്പള്ളി മകാമുള്ളത് എവിടെയാണ്? ഇതാണ് പാറപ്പള്ളി മകാമ്. ഇത് ഫുള്ള് മകാമാണ്. പള്ളി അപ്പുറത്താണ്. വന്നിട്ടുണ്ടല്ലോ. ഹോസ്പിറ്റലല്ല, ചെറിയൊരു ക്ലിനിക്ക്.
നല്ല മാറ്റമുണ്ട് ഈ ഭാഗത്തെല്ലാം. മുമ്പത്തെ പോലെ കാടല്ല, മുമ്പെല്ലാം കുറച്ച് കാടും അങ്ങനെ ഇത് ഒരു കാലി പ്രദേശമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുള്ള് വീടും മറ്റു സ്ഥലമെല്ലാം ആയിട്ടുണ്ട്, ഫുള്ള് വീടായിട്ടുണ്ട്, നല്ല നല്ല വീട് വളർന്നിട്ടുണ്ട്. ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട്. നേരത്തെ പെട്രോൾ പമ്പ് ഉണ്ടായിട്ട് അത് പുതിയത് വന്നത്. ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിട്ടില്ല. ഗുരുപുരം എന്ന് പറഞ്ഞ സ്ഥലമാണിത്, ഗുരുപുരം. രണ്ട് വളവാണ്, നല്ല വളവാണ് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു വളവാണ്. പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക് ഇപ്പോൾ മലയോര ഹൈവേ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഈ നന്താരപ്പദവ് എന്ന് പറഞ്ഞ സ്ഥലം ഈ ഭാഗത്ത് ഞാൻ തൊടുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നന്താരപ്പദവ് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ഗൂഗിൾ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ഗൂഗിൾ നോക്കിയിട്ട് നന്താരപ്പദവ് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ഒരു നന്താരപ്പദവ് മഞ്ചേശ്വരം ഉണ്ട്, നന്താരപ്പദവ് എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷെ ഇങ്ങോട്ടൊരു നന്താരപ്പദവ് കണ്ടിട്ടില്ല. നോക്കാം, നമുക്ക് അവിടെ ഉണ്ടാവും. SH59 ആണ് ഈ മലയോര ഹൈവേ വരുന്നത്. ഇതല്ല, ഞാൻ പോകുന്നത് അതല്ല. ഇപ്പോൾ ഇത് കാഞ്ഞങ്ങാടുന്ന് മാവുങ്കാലിൽ നിന്ന് പാണത്തൂർ കർണാടക സ്റ്റേറ്റിലേക്കാണ്. പാണത്തൂർ കേരള സ്റ്റേറ്റാണ്. പാണത്തൂർ കഴിഞ്ഞിട്ട് കർണാടക സ്റ്റേറ്റാണ് വരുന്നുള്ളത്. പാടം വരെയാണ് ഈ റോഡുള്ളത്, അതായത് കേരള സ്റ്റേറ്റിൻ്റെ ബോർഡർ വരെ. പിന്നപ്പുറം കർണാടക സ്റ്റേറ്റായി, പിന്നെ അവിടുന്ന് ബാക്കിയായി. ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എണ്ണപ്പാറ എന്ന സ്ഥലമാണ് എത്തേണ്ടത് തോന്നുന്നു. എണ്ണപ്പാറ നോക്കാം പേര്. എണ്ണപ്പാറ ഒരു കുറച്ച് നല്ല കുറച്ച് ഇതുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ കുറച്ച് ടൗൺ പോകാനുള്ള സ്ഥലമാണ്, കുറച്ച് ജനങ്ങളുള്ളത്. ഇതല്ല ഇപ്പോൾ അങ്ങനെ ജനങ്ങളില്ലാത്ത സ്ഥലമൊന്നുമല്ല. നേരത്തെ എല്ലാം കുറച്ച് കുറവുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആള് ഇപ്പോൾ ഏകദേശം പോരാല്ലോ, വീടെല്ലാം വരാൻ തുടങ്ങി ഇങ്ങോട്ടെല്ലാം. ഞാൻ ഇവിടെ താമസിക്കുന്ന സമയത്ത് അത്ര ഒന്നും ഉണ്ടായിട്ടില്ല. ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് എണ്ണപ്പാറ എന്നാണ് തോന്നുന്നത്. എണ്ണപ്പാറ ഇത് ഇരിയ, സോറി, എണ്ണപ്പാറ ഇനി എത്താനുള്ളതെന്ന് തോന്നി. ഇത് ഇരിയ. ഇരിയ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇരിയാന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ചാലിങ്കാൽ ഭാഗത്തേക്കുള്ള റോഡുണ്ട്. ഇരിയാന്ന് അല്ല, ഈ റോഡ് നമുക്ക് ചാലിങ്കാൽ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഈ റോഡ് ചാലിങ്കാൽ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. പിന്നെ നമ്മളെ പെരിയാന്ന് ഒടഞ്ചാലിലേക്ക് റോഡുണ്ട്. പെരിയാണോ പൊയിനാച്ചെന്നല്ല, പെരിയാന്ന്. പെരിയ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗത്ത് ഒടഞ്ചാലിലേക്ക് വഴിയുണ്ട്.
കണ്ണപ്പാറ, അട്ടയങ്ങാനം, അങ്ങനെ കുറേ സ്ഥലമുണ്ട് ഇനി കിട്ടാനിപ്പോൾ. പെട്ടെന്നൊരു കട്ടാക്കല്. ഇവിടെ നിന്ന് റോഡൊന്ന് വീതി കൂട്ടിച്ചാൽ ഇപ്പോൾ നല്ല പണിയെടുക്കുന്നുണ്ടല്ലോ പറയുന്ന കാര്യം. പക്ഷേ ഇതുവരെ ഒന്നും അങ്ങനത്തെ പണിയൊന്നും എടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പണിയെടുത്തിന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ പുതിയ മാർക്കിംഗ് ആണ് കാണുന്നുള്ളത്. ഇത് കണ്ണപ്പാറ സ്ഥലം. യെസ്, ഇത് കണ്ണപ്പാറ. കണ്ണപ്പാറ അല്ല, 7-ാം മൈൽ. സോറി, ഇത് 7-ാം മൈൽ.